എന്നെ ഒഴിവാക്കി കഴിഞ്ഞ സുഖമായിട്ട് ജീവിക്കാം രണ്ടുപേർക്കും, അല്ലേ? നിനക്ക് പറയാനുള്ള കണക്ക് നീ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ തുക മാത്ര നമുക്കിടയിലുള്ള ബന്ധം, അല്ലാതെ ഇനി കൂടുതൽ സംസാരിക്കണം നിൽക്കണ്ട. മുത്തശ്ശി, പ്രിയങ്ക എങ്ങോട്ട് പോയാലും ഞങ്ങൾക്കൊന്നുമില്ല. അല്ല, ഞങ്ങൾക്ക് എന്താ അതുകൊണ്ട് ഉപകാരം, അല്ലേ? അത് കൽപ്പന പറയണ്ട. ഒരു ഉപകാരവും നിങ്ങൾക്ക് ഇല്ലെന്ന് പറഞ്ഞാലും ഇവിടെ ഉള്ളവർക്ക് ഉപദ്രവമാണെന്ന് പറഞ്ഞാ നിങ്ങൾ ചെല്ലും. അതുണ്ടാവരുതെന്ന് അമ്മ പറഞ്ഞത്. പ്രിയങ്ക വരുണിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതോടെ നമ്മുടെ കുടുംബത്തിൽ ഒരു അച്ചടക്കം ഉണ്ടാവണം, ഐശ്വര്യം ഉണ്ടാവണം. അതിന് കോട്ടം തട്ടാവുന്ന കാര്യങ്ങള് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്നാ അമ്മ പറയുന്നത്. ഓ ശരി. മുത്തശ്ശി, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങളെ നേരെ വക്കീൽ ഓഫീസിലേക്കല്ലേ പോകുന്നേ? അതെ, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും പണമായിട്ട് അച്ഛൻ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി, പോയിട്ട് വരട്ടെ. പോയിട്ട് വാ. പിന്നെ അവിടെ ചെന്നിരിക്കുമ്പോ പ്രിയങ്ക നേരെ കൺമുമ്പിലും ഉണ്ടാവും. അനുജത്തിയെ സ്നേഹിക്കണ്ട എന്നൊന്നും മുത്തശ്ശി പറയില്ല, പക്ഷേ ചെയ്ത ദ്രോഹങ്ങൾ മറന്നു പോവരുത്. അവള് വാങ്ങിക്കുന്ന വിലയും. മറക്കില്ല മുത്തശ്ശി. ഒരു കണക്കിന് ഇത്രയും വലിയ തുകയ്ക്ക് കടക്കാരിയാക്കിയത് അവളല്ലേ? എന്താ മോളെ ഈ പറയുന്നേ? അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിട്ടാണോ അച്ഛൻ ഈ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നേ? അതമ്മേ, അത് നീ ഇപ്പൊ എവിടുന്നോ വന്നു കയറിയ പെൺകുട്ടിയല്ല. ഈ കുടുംബത്തിന്റെ അവകാശമുള്ള കണിമംഗലത്തെ കുട്ടിയാ. നിനക്കൊരു പ്രശ്നം വന്നാ നമ്മളത് ഒരുമിച്ച് നേരിടും, അത്രേ ഉള്ളൂ. ചെല്ല്, സമയം കളയണ്ട, ഇറങ്ങാൻ നോക്ക്. എന്താ ഒരു യാത്രയപ്പ്. പക്ഷേ യാത്ര അയക്കുന്നിടത്തേ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലെന്ന് അവർക്കറിയാൻ പറ്റില്ലല്ലോ. അതെന്താ ചെറിയമ്മ? പോകുന്നിടത്ത് ഒന്നും സംഭവിക്കില്ല. പ്രിയങ്കയ്ക്ക് പണം കൊടുക്കാനും പറ്റില്ല. നാണം കെടാൻ വേണ്ടിയാ ഈ പോക്ക്. ഉറപ്പാണോ? ഉറപ്പ്. ഇത് ചന്ദ്രേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉറപ്പാ. എനിക്ക് ദൈവത്തെക്കാൾ വിശ്വാസമുള്ള കാര്യമാ ചന്ദ്രേട്ടന്റെ വാക്ക്. വരുൺ പ്രിയങ്കയുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പോവില്ല. പേപ്പേഴ്സ് എല്ലാം റെഡി ആണല്ലോ അല്ലേ? എല്ലാം റെഡിയാണ് മാഡം. ഓക്കെ, വരുണന്റെ അധിക ഇപ്പൊ എത്തും. സുകുമാരിയും പ്രിയങ്കയും ചിലപ്പോ അല്പം കഴിയായിരിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വരുൺ, വരൂ, ഇരിക്ക്. താങ്ക് യു. എന്താണ്, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, പക്ഷേ എന്തു പറ്റി? ജീവിതത്തിൽ ഒരിക്കലും പ്രിയങ്കയുമായിട്ട് ഇങ്ങനൊരു കണക്ക് പറച്ചിലും പിരിയലും ഉണ്ടാവുന്ന കരുതിയതേയില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവര് കണക്ക് പറയാൻ തീരുമാനിച്ച നമുക്ക് വേറെ മാർഗമില്ലല്ലോ, അല്ലേ വരുൺ? അത് ഇയാൾക്കൊരു കുഴപ്പമുണ്ട്, എത്ര കിട്ടിയാലും പഠിക്കില്ല. സത്യത്തിൽ പ്രിയങ്കെതിരെ വഷളായി പോയത് ഇയാളുടെ പെരുമാറ്റം കൊണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ആ കുടുംബത്തിനോടുള്ള കടപ്പാടൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. ശരി ശരി, ഇനിയിപ്പൊ ആ കടപ്പാടിന്റെ വിശദീകരണം ഒന്നും വേണ്ട. ഇന്ന് ഇവിടെ വെച്ച് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പിരിയാണ്, കേട്ടല്ലോ വരുൺ? അല്ല, ഈ കക്ഷികളവിടെ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ട് മുങ്ങിക്കളയോ? വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ മുങ്ങാനൊന്നും പറ്റില്ലടോ. എഗ്രിമെന്റ് അനുസരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയത് മുതൽ കൃത്യമായിട്ട് എന്റെ ടീം അവരുടെ പിറകെയുണ്ട്. അവരിപ്പോ എത്തും, നിങ്ങളിരിക്കെ. അല്ല, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട, ഞങ്ങളിപ്പോ കുടിച്ചോളൂ. ഹലോ, എത്തിയോ?
ആ ഇങ്ങോട്ട് കൂട്ടിക്കോളൂ. പ്രിയങ്കയും മുത്തശ്ശി എത്തി. ഗുഡ് മോർണിംഗ് പ്രിയങ്ക. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. വരൂ. വാ. എന്നെ ഒഴിവാക്കി കഴിഞ്ഞ സുഖമായിട്ട് ജീവിക്കാം രണ്ടുപേർക്കും അല്ലേ? നിനക്ക് പറയാനുള്ള കണക്ക് നീ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ തുക മാത്രം നമുക്കിടയിലുള്ള ബന്ധം, അല്ലാതെ ഇനി കൂടുതൽ സംസാരിക്കണം നിൽക്കണ്ട. നീ എന്തായി കാണിക്കുന്നേ? നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം കാശ. വെറുതെ ബഹളം വെച്ച് കിട്ടാൻ പോകുന്ന തുക നഷ്ടപ്പെടുത്തരുത്. എന്നാലും കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മുത്തശ്ശി. സഹിച്ചാ മതി. ഇതിപ്പോ ഭാഗ്യത്തിനല്ലേടി ഇത്രയും പണം നമുക്ക് കിട്ടുന്നേ. അല്ലെങ്കിൽ ആ ജയിലിൽ കിടക്കട്ടെ എന്ന് ഇവർക്ക് വിചാരിച്ച പോരായിരുന്നോ? കാശിന്റെ കണക്കും മറ്റും പറഞ്ഞാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടപ്പെട്ടവരല്ലേന്ന് ഞാൻ ഇവൾക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. കേട്ടോ വക്കീലേ? സുകുമാരിയമ്മ എപ്പോഴും നല്ല ഉപദേശങ്ങൾ മാത്രല്ലേ കൊടുക്കാറുള്ളൂ. എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളിരുന്നോ. വരുണിന്റെ അച്ഛൻ പണവുമായി വന്ന നമുക്ക് കാര്യങ്ങൾ സൈൻ ചെയ്യാം. ഏറ്റവും മാന്യമായി ഇരു കക്ഷികളും നല്ല രീതിയിൽ പിരിഞ്ഞു പോകണമെന്നാണ് ഒരു അഡ്വക്കേറ്റിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമുക്ക് അങ്ങനെ ആവാന്ന് തോന്നുന്നു, അല്ലേ? യെസ് ബെഞ്ചമിൻ. സർ, വരുൺ പ്രതീക്ഷിക്കുന്നത് പോലെ പ്രിയങ്കയുമായുള്ള വിവാഹമോചനം ഇന്ന് നടക്കുമോ? തന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയല്ലേ, താൻ പറയും. വരുണിനോട് സംസാരിച്ചപ്പോ വരുണിന് അതിനോട് സംശയമൊന്നുമില്ല. ഇവിടെ പരമേശ്വരൻ സാർ പണവും കാത്തിരിക്കുകയാണ്. അതുമായിട്ട് ആർതി വർമ്മയുടെ ഓഫീസിലേക്ക് പുറപ്പെടാൻ വേണ്ടി. ആ ബെഞ്ചമിൻ, ആ പണവും കൊണ്ട് ഏട്ടം പുറപ്പെടില്ല. അങ്ങനെ ഒരു പണം കൈമാറ്റം വരുണും പ്രിയങ്കയും തമ്മിലുണ്ടാവില്ല. അവരുടെ വിവാഹബന്ധം വേർപെടുത്താനും പറ്റില്ല. എങ്ങനെ സാർ? എല്ലാവരും ഒരുങ്ങി വന്നിട്ട് താൻ ഫോൺ വെച്ച് കഴിയുമ്പോൾ ചീഫ് അക്കൗണ്ടന്റ് മനോഹർ പുറത്തുനിന്ന് വന്ന് ഏട്ടന്റെ ക്യാബിനിലേക്ക് കയറി പോകുന്നത് കാണാം.